നമ്മളൊപ്പം വി എസിന് ഓർമ്മയിൽ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ചിന്താ ജെറോം ചേരുന്നുണ്ട്. വി എസ് പറഞ്ഞതുപോലെ ഒരു തലമുറകളെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഇൻസ്പയർ ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പല ഘട്ടങ്ങളിലും നിങ്ങളേക്ക് മുന്നിൽ നിന്ന് നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വി എസുമായിട്ടുള്ള ഒരു അനുഭവം എങ്ങനെയാണ് പറയുന്നത്? ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമാണ് ധീരനായ പോരാളി സഖാവ് വി എസിൻ്റെ വിയോഗത്തോടു കൂടി ഉണ്ടായിരിക്കുന്നത്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ, എല്ലാത്തിലും ഉപരി CPIM പ്രവർത്തകൻ, ഒരു CPIMൻ്റെ ജനങ്ങളെ ആകെ ആകർഷിക്കുന്ന നേതാവ് എന്ന നിലയിൽ നമ്മുടെ എല്ലാം ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞ രണ്ടക്ഷരമാണ് വി എസ് എന്നുള്ളത്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലത്തേക്ക് വരുമ്പോൾ വി എസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായി നടത്തിയ ഇടപെടൽ, അതൊക്കെയാണ് വലിയ തോതിൽ ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നലകൾ എത്രമാത്രം ത്യാഗനിർഭരമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി തന്നെ അത് കൊച്ചുകുട്ടികൾ മുതൽ വളരെ പ്രായമായ മനുഷ്യരെ വരെ സ്വാധീനിക്കുന്ന ഒന്നായിരുന്നു, ആളുകളെ പിടിച്ചിരുത്തുന്ന ഒന്നായിരുന്നു. അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. പണ്ട് മൈക്കൊന്നുമില്ലാത്ത കാലത്ത് ജനങ്ങളെ കൂടുതൽ അവരെ ശ്രദ്ധയോടിരിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു രീതി അവലംബിച്ചത്. പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായി രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. ഒരു തൊഴിലാളിയായിരുന്ന സഖാവ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി അങ്ങനെ അദ്ദേഹം വലിയ തോതിൽ ജനങ്ങളുടെ മനസ്സിനകത്ത് ഇടം നേടിയ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും മതേതര പ്രസ്ഥാനങ്ങൾക്കും അതോടൊപ്പം തന്നെ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യർക്കും എല്ലാവർക്കും വലിയ ദുഃഖമാണ് നൽകുന്നത്. പാർട്ടി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഇറങ്ങി വന്ന കണ്ണിയിൽ അവസാനത്തെ കണ്ണിയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടു കൂടി നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹം നൽകിയ പോരാട്ട വീര്യവുമായി ഈ പ്രസ്ഥാനം ഇനിയും ജനങ്ങൾക്കിടയിൽ മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നമുക്കറിയാം എത്ര വിഷയങ്ങളാണ് വി എസ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. വി എസ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അനാരോഗ്യത്തോടെ മാറി നിൽക്കുന്ന ഒരു കുറച്ച് വർഷങ്ങളുടെ ഗ്യാപ്പുണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു നിശബ്ദതയായിരുന്നു അല്ലേ? ജനകീയ വിഷയങ്ങൾ മറ്റു വിഷയങ്ങളിലൊക്കെ അല്ല അത്ര ഒരു ഫീൽ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? സഖാവ് വി എസ് ഉയർത്തിക്കൊണ്ടുവന്ന നിരവധിയായിട്ടുള്ള ജനകീയ വിഷയങ്ങളുണ്ട്. അതെല്ലാം കേരളീയ സമൂഹം ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തായാലും മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തായാലും MLA ആയിരിക്കുന്ന ഘട്ടത്തിലായാലും പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലായാലും എല്ലാം ജനങ്ങൾക്കൊരു വിഷയമുണ്ടായാൽ ആ വിഷയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മുന്നണി പോരാളിയായി സഖാവ് വി എസ് സജീവമല്ലായിരുന്ന കാലഘട്ടത്തിൽ വി എസിന്റെ ശബ്ദം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഇല്ലേ? അങ്ങനെ ഒരു അദ്ദേഹം അനാരോഗ്യത്തോടു കൂടിയാണ് പൊതുരംഗത്ത് നിന്നും മാറുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പിറന്നാളിന് അദ്ദേഹത്തെ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും പോയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശാരീരികമായപ്പം അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു അനാരോഗ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ പൊതുരംഗത്തുനിന്ന് മാറി നിൽക്കുമ്പോഴും വി എസിൻ്റെ ഒരു വലിയ തോതിലുള്ള പ്രസൻസ് നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അത് പുതിയ തലമുറ, അദ്ദേഹത്തിന് ശേഷം വന്ന നേതൃത്വം വലിയ തോതിൽ വി എസിൻ്റെ ആ ഒരു നേതൃത്വത്തിൻ്റെ ഒരു തുടർച്ചയാണല്ലോ. അപ്പം തീർച്ചയായും പാർട്ടി അദ്ദേഹം ഉയർത്തിയ ആശയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ്, ആ തൊഴിലാളി പക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട്. പുതുതലമുറയ്ക്കും അത് മുന്നോട്ട് പോകുന്ന വലിയൊരു ഇൻസ്പിറേഷൻ കൂടിയായി മാറുന്നുണ്ട് അല്ലേ വി എസ്? തീർച്ചയായിട്ടും. നമുക്കറിയാലോ, കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പോരാട്ടം എല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ആഴത്തിൽ പതിഞ്ഞ മുഖമാണ് വി എസ് എന്നുള്ളത്. അത് എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ്. ഇടതുപക്ഷ നേതാക്കന്മാർ നമുക്കറിയാം, AKG ആയാലും EMS ആയാലും EK നായനാരായാലും, അപ്പം ഇതുപോലുള്ളൊരു നേതാക്കന്മാരുടെയൊക്കെ നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ച ഒരു കരിസ്മയുണ്ട്. സിജോ വി ജോണിനോട് സംസാരിക്കുകയായിരുന്നു ചിന്താ ജെറോം. എങ്ങനെയാണ് വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് പുതിയ നേതൃത്വത്തെയും പ്രചോദിപ്പിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചിന്താ ജെറോം പങ്കുവച്ചത്. പൊതുദർശനം തുടരുകയാണ്. നിരവധി ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.